നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിൻ്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് സെപ്റ്റംബർ 18 വ്യാഴാഴ്ചയാണ്. ഇന്നലത്തെ വിപണിയിലേക്ക് വന്നാൽ വീണ്ടും പോസിറ്റിവിറ്റിയിലാണ് ഇന്ത്യൻ വിപണി ക്ലോസ് ചെയ്തിട്ടുള്ളത്. നിഫ്റ്റി ബാങ്കാണ് ഇന്നലെ ശക്തമായി ഉയർന്നത്. 0.63% നേട്ടത്തിലാണ് ക്ലോസ് ചെയ്യുന്നത്. ഇനി വരുന്നത് വലിയ GST ഇളവുകളാണ്. അവശ്യ വസ്തുക്കളുടെയും ഇടത്തരം വസ്തുക്കളുടെയും വില വലിയ തോതിൽ തന്നെ കുറയും. 375+ ഇനങ്ങളുടെ GST ഇളവുകളാണ് ഇനി വരാനിരിക്കുന്നത്. നൂറുകണക്കിന് മധ്യവർഗ അവശ്യ വസ്തുക്കളുടെ വില ഇപ്പോൾ കുറയും. 12% സ്ലാബിന് കീഴിലുള്ള 99% സാധനങ്ങളും 5%ലേക്കും 28% സ്ലാബിന് കീഴിലുള്ള 90% ഇനങ്ങളും 18%ലേക്ക് കുറയുകയും ചെയ്യും. സെപ്റ്റംബർ 22 മുതലാണ് GSTയിലുള്ള ഈ മാറ്റങ്ങൾ നിലവിൽ വരാൻ പോകുന്നത്. ഇപ്പോഴത്തെ ഇന്ത്യൻ വിപണിയുടെ ഈ കുതിപ്പിന് പിന്നിലെ പ്രധാനപ്പെട്ട ഒരു കാരണവും ഈ GSTയിൽ ഉണ്ടായ മാറ്റങ്ങൾ തന്നെയാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഹെഡ്ലൈൻ നോക്കുകയാണെങ്കിൽ GST 2.0 മുന്നോടിയായി ബാങ്കുകളുടെയും NBFCകളുടെയും ഉത്സവകാല വായ്പ ഓഫറുകൾ ആരംഭിക്കുന്നു. കൊടാക് ബാങ്ക്, L&T, IDFC തുടങ്ങിയവയാണ് പ്രത്യേക പദ്ധതികൾ പുറത്തിറക്കിയിരിക്കുന്നത്. കാർഷിക മേഖലയെ സംബന്ധിച്ച് ഒരു അപ്ഡേറ്റ് വരുന്നുണ്ട്. 2026 സാമ്പത്തിക വർഷത്തിലെ ഏപ്രിൽ മുതൽ ഓഗസ്റ്റ് വരെയുള്ള കാലയളവിൽ ഇന്ത്യയുടെ കാർഷിക സംസ്കരിച്ച ഭക്ഷ്യ കയറ്റുമതിയിൽ 10% വർധനവ് കാണിക്കുന്നു. അരി കയറ്റുമതിയിൽ 6.4% വർധനവാണ് കാണിക്കുന്നത്. $4.71 ബില്യൺ ഇപ്പോൾ എത്തി നിൽക്കുന്നത്. അതായത് ആഗോള അരി വ്യാപാരത്തിൽ ഇന്ത്യ 40% വിഹിതമാണ് വഹിക്കുന്നത്. ഏതായാലും റൈസ് എക്സ്പോർട്ടിംഗ് കമ്പനികളെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണത്. പ്രത്യേകിച്ച് KRBL, LT ഫുഡ്സ്, ചമൻലാൽ സേറ്റിയ എക്സ്പോർട്ടേഴ്സ് ലിമിറ്റഡ്, GRM ഓവർസിയേഴ്സ് ലിമിറ്റഡ് തുടങ്ങിയ കമ്പനികൾക്ക് പോസിറ്റീവ് ആവാൻ സാധ്യതയുണ്ട്. ഈ കമ്പനികളുടെ പേരൊന്നും റെക്കമെൻഡേഷൻ അല്ല, നിങ്ങളുടെ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി ഷെയർ ചെയ്യുന്നു എന്ന് മാത്രം. ഇന്നലെ US നമ്മളെല്ലാവരും കാത്തിരുന്ന ആ ഒരു ഇവന്റ് തന്നെയാണ് നടന്നത്. US ഫെഡറൽ റിസർവിന്റെ മീറ്റിംഗ് ഇന്നലെ ആയിരുന്നു. ഫെഡറൽ റിസർവ് 25 ബേസിസ് പോയിന്റ്സ് റേറ്റ് കട്ടാണ് നടത്തിയിരിക്കുന്നത്. തൊഴിൽ വിപണി ദുർബലമാണെന്നും ഈ വർഷം 2 ചെറിയ നിരക്ക് കുറയ്ക്കലിനു കൂടി സാധ്യതയുണ്ടെന്നും ഫെഡ് ചെയർ ജെറോം പവൽ പറഞ്ഞു. ഏതായാലും റേറ്റ് കട്ടിന് ശേഷം ഇന്നലെ നാസ്ഡാക്കും S&P 500ഉം ഇടിഞ്ഞപ്പോൾ ഡൗ ജോൺസ് മാത്രമാണ് പോസിറ്റീവിൽ ക്ലോസ് ചെയ്തത്. ഇന്നലെ US വിപണിയിൽ ഒരു നിരക്ക് കുറയ്ക്കൽ ഉണ്ടായിരുന്നിട്ടും അവിടെ വിപണി സമ്മിശ്രമായിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ റേറ്റ് കട്ടിന്റെ പ്രതീക്ഷകൾ നേരത്തെ തന്നെ അവിടെ ഉള്ളത് കൊണ്ട് തന്നെ അതിന്റെ ഒരു റാലിയൊക്കെ നേരത്തെ കഴിഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ഓഹരി വിപണികൾ സമ്മിശ്രമായി ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ള യൂറോപ്യൻ വിപണികൾ സമ്മിശ്രമായിരുന്നു. ഫ്രാൻസ് മാർക്കറ്റ് CAC ആണ് ഇന്നലെ ഇടിഞ്ഞത്. ഇനിയിപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഒട്ടുമിക്ക ഏഷ്യൻ മാർക്കറ്റുകളും പോസിറ്റീവിൽ തന്നെയാണ്. ഇപ്പോൾ 6 മണി കഴിഞ്ഞ് 50 മിനിറ്റാണ് സമയം. ഇപ്പോൾ ട്രേഡിംഗ് ആരംഭിച്ചിരിക്കുന്ന US ഫ്യൂച്ചേഴ്സും യൂറോപ്യൻ ഫ്യൂച്ചേഴ്സും പോസിറ്റീവിലാണ്. ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് ഗിഫ്റ്റ് നിഫ്റ്റി സൂചിപ്പിക്കുന്നത് 70 പോയിന്റ്സിന്റെ ഒരു ഗ്യാപ്പ് ഓപ്പണിംഗിന് സാധ്യതയുണ്ട് എന്നാണ്. മറ്റ് അസറ്റ് ക്ലാസുകളിലേക്ക് വന്നാൽ ബിറ്റ്കോയിൻ $1,16,000 ട്രേഡ് ചെയ്യുന്നത്. ഗോൾഡ് പ്രൈസിലേക്ക് വന്നാൽ സ്പോട്ട് ഗോൾഡ് ഇന്നലെ 0.2% ഇടിവാണ് രേഖപ്പെടുത്തിയത്. കേരളത്തിലെ ഗോൾഡ് പ്രൈസ് പവന് 81,920 രൂപയാണ്. ഓയിൽ പ്രൈസുകളിലേക്ക് US ഡീസൽ ശേഖരം വർദ്ധിച്ചതിനാൽ ബുധനാഴ്ച എണ്ണവില ഇടിഞ്ഞു. ഇത് ആവശ്യകതയെക്കുറിച്ചുള്ള ആശങ്കകൾ ഉയർത്തിയതാണ് ഇപ്പോൾ ഇടിവിന് കാരണമായത്. ഇന്നത്തെ കീ ഹൈലൈറ്റ്സ് ആണ് നമ്മളിവിടെ പറഞ്ഞു പോയത്. ഇനി ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ 55% ഡിസ്കൗണ്ടോടുകൂടി വെറും 1,299 രൂപയ്ക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ നമ്മളിവിടെ ഒരു വാട്സ്ആപ്പ് നമ്പർ നൽകിയിട്ടുണ്ട്. ആ നമ്പറിൽ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഫെസ്റ്റിവൽ സീസണുമായി ബന്ധപ്പെട്ട ഓഫറാണ്. പരിമിതമായ സമയത്തേക്ക് മാത്രമേ ഓഫർ ഉണ്ടായിരിക്കുകയുള്ളൂ. പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഇനി ഇന്നത്തെ ഏറ്റവും ടോപ്പായിട്ടുള്ള ഒരു വാർത്തയിലേക്ക് വന്നാൽ 375+ ഇനങ്ങളുടെ GST ഇളവുകൾ വരാനിരിക്കുകയാണ്. നൂറുകണക്കിന് മധ്യവർഗ അവശ്യ വസ്തുക്കളുടെ വില ഇനി കുറയും. GST ഇനി വെറും 5%, 18% ലളിതമാക്കി. 12% സ്ലാബിന് കീഴിലുള്ള 99% സാധനങ്ങൾക്കും 5%, 28% സ്ലാബിന് കീഴിലുള്ള 90% ഇനങ്ങൾക്കും 18% കുറച്ചിരിക്കുകയാണ്. സെപ്റ്റംബർ 22 മുൻപ് തന്നെ പല സ്ഥാപനങ്ങളും ഇതിനകം തന്നെ ഉപഭോക്താക്കൾക്ക് പുതിയ GST പ്രകാരമുള്ള ആനുകൂല്യങ്ങൾ കൈമാറുന്നുണ്ട്. ഏതായാലും വിപണിയെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണിത്. ഇന്നത്തെ പ്രധാനപ്പെട്ട കുറച്ച് സ്റ്റോക്ക് ന്യൂസുകളിലേക്കാണ്. ആദ്യം കോഹൻസ് ലൈഫ് സയൻസസ് എന്ന കമ്പനി. പ്രൊമോട്ടർ 5.1% ഓഹരികൾ 1,756 കോടി രൂപയ്ക്ക് ഒരു ഓഹരിക്ക് 900 എന്ന നിരക്കിൽ വിൽക്കാൻ സാധ്യതയുണ്ട് എന്നൊരു വാർത്ത വരുന്നു. അടുത്ത ഇൻഡോ സോളാർ എന്ന കമ്പനിയാണ്. പ്രൊമോട്ടർ വാരി എനർജീസ് സെപ്റ്റംബർ 18, 19 തീയതികളിൽ 14.66% ഓഹരികൾ 61 ലക്ഷം ഓഹരികൾ ഒരു ഓഹരിക്ക് 500 രൂപ എന്ന നിരക്കിൽ വിൽക്കാൻ സാധ്യതയുണ്ട്. അടുത്ത ബയോകോൺ എന്ന കമ്പനിയാണ്. സബ്സിഡറിക്ക് ഓസ്റ്റിയോപെറോസിസ്, ക്യാൻസർ എന്നിവയുമായി ബന്ധപ്പെട്ട 2 ബയോസിമിലർ മരുന്നുകൾക്ക് US FDA അംഗീകാരം നൽകി. അടുത്ത ഡിക്സോൺ ടെക്നോളജീസ് എന്ന കമ്പനി. കുൻഷാർ ക്യൂടെക്
മൈക്രോ ഇലക്ട്രോണിക്സിൽ 553 കോടി രൂപയ്ക്ക് 51% ഓഹരികൾ ഡിക്സോൺ ടെക്നോളജീസ് വാങ്ങുന്നു. അടുത്ത ബോംബെ ഡൈയിങ് എന്ന കമ്പനിയാണ്. ബോംബെ റിയാലിറ്റിയുടെ CEO ആയി രോഹിത് സന്തോഷിനെ നിയമിച്ചു. മറ്റൊരു കമ്പനി ആവാസ് ഫിനാൻഷ്യൽസ് എന്ന കമ്പനിയാണ്. ഓഹരി ഉടമകൾ NCD വഴി 8500 കോടി രൂപ വരെ സമാഹരിക്കാൻ അംഗീകാരം നൽകി. അടുത്തത് ഫെഡറൽ ബാങ്കാണ്. യെസ് ബാങ്കിൻ്റെ 16.62 കോടി ഓഹരികൾ സുമാറ്റോ മിറ്റൂസിക്ക് 357.48 കോടി രൂപയ്ക്ക് കമ്പനി വിറ്റു. അടുത്തത് കൊച്ചിൻ ഷിപ്പ്യാർഡ് എന്ന കമ്പനിയാണ്. റിഗ് റിപ്പയറിനായി ONGCയിൽ നിന്ന് 200 കോടി രൂപയുടെ കരാർ കമ്പനി നേടിയിരിക്കുന്നു. ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്കുകൾ ഏഞ്ചൽ വൺ, ഒറാക്കിൾ ഫിനാൻഷ്യൽ സർവീസ് സോഫ്റ്റ്വെയർ, RBL ബാങ്ക് തുടങ്ങിയവയാണ്. ഇന്ന് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കമ്പനികളുടെ സ്റ്റോക്ക് ന്യൂസാണ് ഇവിടെ പറഞ്ഞു പോയത്. ഇനി സ്റ്റുഡൻസിന് ആർക്കെങ്കിലും സ്റ്റോക്ക് മാർക്കറ്റിന്റെ ബേസിക് മുതൽ പഠിച്ചു പോകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ ബിഗിനേഴ്സിനായിട്ടുള്ള സ്റ്റോക്ക് മാർക്കറ്റിന്റെ ബേസിക് കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഒരു മാസമാണ് കോഴ്സിന്റെ ഡ്യൂറേഷൻ വരുന്നത്. വീക്കിലി 2 മുതൽ 3 ക്ലാസ്സുകളായിരിക്കും ഉണ്ടായിരിക്കുക. ഈ കോഴ്സിൽ നമ്മൾ കവർ ചെയ്യുന്നത് ടെക്നിക്കൽ അനാലിസിസ്, ഫണ്ടമെന്റൽ അനാലിസിസ്, ട്രേഡിംഗ് വ്യൂവിനെ കുറിച്ച്, ഓപ്ഷൻ ട്രേഡിങ്ങിനെ കുറിച്ച്, ഇങ്ങനെ ഒത്തിരിയേറെ കാര്യങ്ങൾ നമ്മളിവിടെ പറഞ്ഞു പോകുന്നുണ്ട്. ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അറിയുന്നതിനായിട്ട് തൊട്ടുമുകളിലെ വാട്സാപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് അറിയാവുന്നതാണ്. അടുത്തത് FIDA ആക്ടിവിറ്റിയിലേക്കാണ്. 1125 കോടി രൂപയ്ക്കാണ് FIS ഇന്നലെ സെല്ല് ചെയ്തത്. DIS ആവട്ടെ 2294 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. എന്നിരുന്നാലും FISന്റെ സെല്ലിങ്ങിൽ ഒരു കുറവ് ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെ വേണം പറയാൻ. ഏഷ്യൻ മാർക്കറ്റുകളിലേക്ക് ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകൾ പോസിറ്റീവിലാണ്. ജപ്പാൻ മാർക്കറ്റ് നിക്കി 0.84% നേട്ടത്തിൽ, സിംഗപ്പൂർ മാർക്കറ്റ് 0.18% ഇടിവിൽ, ഹോങ്കോങ് മാർക്കറ്റും 0.18% തന്നെ ഇടിവിൽ, തായ്വാൻ മാർക്കറ്റ് 0.34% നേട്ടത്തിൽ, കോസ്പി മാർക്കറ്റ് 0.88% നേട്ടത്തിൽ. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 25,500 എന്ന നിലയിൽ 86 പോയിന്റ്സ് ഉയർന്നാണ്. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 20 മിനിറ്റാണ്. ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് നിഫ്റ്റിയിൽ ഏകദേശം 70 പോയിന്റ്സിലേറെയുള്ള ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിനാണ് സാധ്യതയുള്ളത്. ഇനി നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലുമുള്ള നമ്മുടെ ഒരു എഡ്യൂക്കേഷൻ വ്യൂ ആണ് പറയുന്നത്. നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്യുന്നത് 25,239 170 പോയിന്റ്സ് ഉയർന്നാണ്. ഇന്ന് നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ തന്നെയാണ് വീണ്ടും ഫോം ആയിരിക്കുന്നത്. പോസിറ്റിവിറ്റി തുടർന്നു പോകുന്നു എന്ന് തന്നെയാണ് ഈ ക്യാൻഡിലും സൂചിപ്പിക്കുന്നത്. ഇന്നലെ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു 25,250 മുകളിലായിട്ട് ട്രേഡ് ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ അടുത്തതായി ശ്രദ്ധിക്കാൻ കഴിയുന്ന മറ്റൊരു സ്ഥലം 25,416 ആണെന്ന്. ഏതായാലും നിഫ്റ്റി ആദ്യത്തെ 1-2 മണിക്കൂറിനുള്ളിൽ തന്നെ 25,250 ബ്രേക്ക് ചെയ്ത് അതിന് മുകളിലായിട്ട് ട്രേഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അപ്സൈഡിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ലെവൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ 25,416 ആണ്. ഡൗൺ സൈഡിലേക്ക് വന്നാൽ 25,250 പ്രധാനപ്പെട്ട ഒരു ലെവലാവാനും സാധ്യതയുണ്ട്. ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ പിന്നീട് നമുക്ക് ഫോക്കസ് ചെയ്യാൻ കഴിയുന്നത് 25,550 ആണ്. 25,550 മുതൽ 25,600 വരെയുള്ള സോൺ ശ്രദ്ധിക്കാവുന്ന ഒരു സോൺ തന്നെയാണ്. ഈ ഒരു സോൺ പ്രധാനപ്പെട്ടതാവാൻ കാരണം 25,669 ജൂൺ മാസത്തെ സ്വിംഗ് ഹൈ ഉള്ളത്. അതുകൊണ്ടാണ് ഈ ലെവൽ പിന്നീട് പ്രധാനപ്പെട്ടതാവുന്നത്. ഡൗൺ സൈഡിൽ 25,250 കഴിഞ്ഞാൽ ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള സപ്പോർട്ട് ഏരിയ ആവാൻ സാധ്യതയുള്ളത് 25,000 ആണ്. RSI 66-ലാണുള്ളത്. കൂടാതെ MACDയും നല്ല സ്ട്രെങ്ത് തന്നെയാണ് കാണിക്കുന്നത്. ഏതായാലും വരും ദിവസങ്ങളിലെ ക്യാൻഡിലുകൾ നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. അടുത്തതായി ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങളാണ്. 25,350 സ്ട്രൈക്കിൽ 1,144% വർധനമാണ് പുട്ട് സൈഡിൽ കാണുന്നത്. ലോങ് ബിൽഡപ്പ് തന്നെയാണ്. എന്നാൽ കോൾ സൈഡിൽ വെറും 260% വർധനവ്, ചെറിയൊരു ഷോർട്ട് ബിൽഡപ്പാണ് കാണുന്നത്. 25,300 സ്ട്രൈക്കിലും 350% വളരെ ശക്തമായിട്ടുള്ള ഒരു വർധനമാണ് കോൾ സൈഡിൽ കാണുന്നത്. ഇനി കോൾ സൈഡിൽ 82% വർധനവ്, ഒരു ഷോർട്ട് ബിൽഡപ്പാണ് കാണുന്നത്. 25,400 സ്ട്രൈക്കിൽ 504% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ് തന്നെ. കോൾ സൈഡിൽ 139% വർധനവ്, ഒരു ഷോർട്ട് ബിൽഡപ്പ് കാണാം. ഈ 3 സ്ട്രൈക്കും കമ്പയർ ചെയ്യുമ്പോൾ മാർക്കറ്റിനെ മുകളിലേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള പുട്ട് സെല്ലേഴ്സ് തന്നെയാണ് നല്ല ശക്തിയോടെ നിൽക്കുന്നത് എന്നാണ് കാണുന്നത്. ഇനി നിഫ്റ്റിയേക്കാൾ കൂടുതൽ സ്ട്രെങ്ത് കാണിച്ചത് ഇന്നലെ PSU ബാങ്കുകളായിരുന്നു. കൂടാതെ ബാങ്ക് നിഫ്റ്റി നല്ല പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത്. 0.63% ഉയർന്ന് 55,493 ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. ബാങ്ക് നിഫ്റ്റി ഇത് തുടർച്ചയായ 11ാമത്തെ ദിവസമാണ് നേട്ടം നിലനിർത്തുന്നത്. ബാങ്ക് നിഫ്റ്റിയിൽ നല്ലൊരു ഗ്രീൻ ക്യാൻഡിൽ ക്ലോസിംഗ് ആണ് ഇന്നലെയും കിട്ടിയിരിക്കുന്നത്. അപ്സൈഡിൽ ഇനി പ്രധാനപ്പെട്ട ഒരു ലെവലാവാൻ സാധ്യതയുള്ളത് 56,120 ആണ്. കൂടാതെ ബാങ്ക് നിഫ്റ്റി ബോളിഞ്ചർ ബാൻഡിന്റെ മിഡിൽ ലെവലിന് മുകളിലായിട്ട് ട്രേഡ് ചെയ്യുന്നു. പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് അതും. ഡൗൺ സൈഡിൽ ഒരു ക്രൂഷ്യൽ സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 55,300 മുതൽ 55,200 വരെയുള്ള സോൺ തന്നെയാണ്. നിഫ്റ്റിയിൽ ഇന്ന് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. മറ്റൊരു കാര്യം പറയാനുള്ളത്, ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ 55% ഡിസ്കൗണ്ടോടുകൂടി വെറും 1,299 രൂപയ്ക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ട് മുകളിലുള്ള വാട്സാപ്പ് നമ്പറിൽ ഇപ്പോൾ തന്നെ ഒന്ന് മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ സീറ്റ് ബുക്ക് ചെയ്ത് വെക്കാവുന്നതാണ്.
നമ്മുടെ ഓണവും മറ്റ് ഫെസ്റ്റിവൽ സീസണും ഒക്കെ ആയി ബന്ധപ്പെട്ടിട്ടുള്ള ഓഫറാണ്. അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഇന്ന് നമ്മളിവിടെ ഷെയർ ചെയ്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്, ഒരിക്കലും റെക്കമെൻഡേഷൻ അല്ല, നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.